അപ്രതീക്ഷിതമായി കനത്തു പെയ്തു മഴ, പരക്കെ മണ്ണിടിച്ചിൽ, സംസ്ഥാനത്താകെ 6 മരണം. പൂഞ്ഞാർ പയ്യാനിത്തടത്ത് വീട് ബാക്കിയില്ലാതെ ഒലിച്ചുപോയി അമ്മയും മകനും മരിച്ചു. തൊടുപുഴ കാഞ്ഞാറിൽ ഉരുൾപൊട്ടലിൽ 1 മരണം. ഇടുക്കിയിൽ വ്യാപക നാശനഷ്ടം. പശുപ്പാറയിൽ വീടും പാഞ്ചാലിമേട്ടിൽ റിസോർട്ടിന്റെ മതിലും ഇടിഞ്ഞു. ഡാമുകൾ നിറയുന്നതും ആശങ്ക. മധ്യകേരളത്തിൽ ഗുരുതര സാഹചര്യം. റാന്നി നഗരം വെള്ളത്തിൽ മുങ്ങി. ഇനിയും മഴ കനത്താൽ പ്രളയ സമാനമാകുമെന്ന് മുന്നറിയിപ്പ്. രക്ഷാപ്രവർത്തനത്തിനായി കുട്ടവഞ്ചികൾ കളത്തിലിറക്കി. വെള്ളക്കെട്ടിലായി പാലാ നഗരവും. ഈരാറ്റുപേട്ട തൊടുപുഴ റോഡും വെള്ളത്തിൽ. വണ്ടിപ്പെരിയാറിലും വെള്ളം കയറി. കോതമംഗലം മണികണ്ഠൻ ചാൽ ചപ്പാത്ത് മുങ്ങി. ഉന്നതികൾ ഒറ്റപ്പെട്ടു. മഴയ്ക്ക് ശക്തി കുറവെങ്കിലും തെക്കൻ കേരളത്തിലും കനത്ത നാശനഷ്ടങ്ങൾ. തിരുവനന്തപുരം ചെങ്കോട്ട പാതയിൽ പലയിടത്തും മരം വീണു. കുളത്തൂപ്പുഴ പാലത്തിൽ വെള്ളം കയറി. നെയ്യാർ ഡാം തുറന്നു. മലയോര മഴ കനക്കുന്നതിൽ ആശങ്ക. കൊല്ലത്തെ ടൂറിസം കേന്ദ്രങ്ങളും പൊന്മുടിയും അടച്ചു. അച്ചൻകോവിൽ ഉൾവനത്തിൽ കനത്ത മഴ. വടക്കൻ കേരളവും ആശങ്കയിൽ. ആശങ്ക കൂട്ടി വയനാട്ടിലും മഴ കനത്തു. കോഴിക്കോടിന്റെ മലയോരത്ത് നിർത്താതെ മഴ. കോഴിക്കോട് വയനാട് ദേശീയപാതയിൽ ഈങ്ങാപ്പുഴയിൽ വെള്ളക്കെട്ട്. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം. കണ്ണൂരിലും മഴ തുടരുന്നു. കാസർഗോഡ് പനത്തടിയിൽ വീട് തകർന്നു. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഒഴുക്കിൽപ്പെട്ട് 4 വയസ്സുകാരൻ മരിച്ചു. പാലക്കാട് പുതുപ്പള്ളി തെരുവിൽ വീട് തകർന്നു. മംഗലം ഡാമും വെള്ളിയാങ്കല് റെഗുലേറ്ററും തുറന്നു. മലമ്പുഴയും തുറന്നേക്കും. നെല്ലിയാമ്പതിയിൽ സഞ്ചാരികൾക്ക് വിലക്ക്. തീരപ്രദേശത്തും കെടുതികൾ രൂക്ഷം. കൊല്ലം തങ്കശ്ശേരിയിൽ വള്ളം മറിഞ്ഞ 1 മരണം. വിഴിഞ്ഞത്ത് നിന്ന് പോയ 5 ബോട്ടുകൾ അപകടത്തിൽപ്പെട്ടു. മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. മുതലപ്പൊഴിയിലും അപകടം. 2 പേരെ കടലിൽ കാണാതായി. രക്ഷാപ്രവർത്തനത്തിന് നേരിട്ടെത്തി മന്ത്രി CP ജോൺ. അതിവേഗ നടപടികളുമായി സർക്കാർ. രക്ഷാസേനകൾ സജ്ജമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. റവന്യൂ മന്ത്രിക്ക് ഏകോപന ചുമതല. ഇടുക്കിയിൽ ക്യാമ്പ് ചെയ്ത് മന്ത്രി അനൂപ് ജേക്കബ്. വടക്കൻ കേരളത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. എല്ലാ ജില്ലകളിലും ഹെൽപ്പ് ലൈനുകൾ. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ രാത്രിയാത്ര നിരോധിച്ചു. കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെയാണ് നിരോധനം. രാത്രി 8 മുതൽ രാവിലെ 6 വരെ നിരോധനം. PM ശ്രീയിൽ രാഷ്ട്രീയ പ്രതിസന്ധികളായി UDF. മുന്നണിക്ക് കരുത്തായത് കരാറിൽ നിന്നും പിന്മാറാനാകില്ലെന്ന വാദം നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. പിന്മാറാനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് ആവർത്തിച്ച് ലീഗ്. മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് വൈകാൻ സാധ്യത. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ കടുപ്പിച്ച് CPM. VD സതീശൻ വിദേശത്തു നിന്നും കോടിക്കണക്കിന് രൂപ പിരിച്ചെന്ന പിണറായി വിജയൻ. ലണ്ടനിൽ പിരിച്ച തുക എങ്ങനെ മണപ്പാട് ഫൗണ്ടേഷനിലെത്തിയെന്നും ചോദ്യം. തിരുവനന്തപുരത്തെ BJP കൗൺസിലർ ജയിലിലുള്ള സുഗതന്റെ അവധിയിൽ വെട്ടിലാകുന്നത് സംസ്ഥാന സർക്കാർ. ആഭ്യന്തര വകുപ്പ് അനുകൂല സർക്കുലർ ഇറക്കിയത് തദ്ദേശ ഭരണ വകുപ്പ് നിർദ്ദേശപ്രകാരം. കോൺഗ്രസിനൊപ്പം പ്രതിക്കൂട്ടിലായി ലീഗും. കോൺഗ്രസ് BJP ഡീൽ ആരോപണം ഉന്നയിച്ച് CPM.
മികച്ച പ്രകടനം കാഴ്ചവെച്ച് കൊച്ചി മെട്രോ. യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ്. ലക്ഷം കടന്ന് പ്രതിദിന ശരാശരി യാത്രക്കാരുടെ എണ്ണം. നഷ്ടം കാര്യമായി കുറഞ്ഞു. വരുമാനത്തിലും പ്രവർത്തന ലാഭത്തിലും വൻ മുന്നേറ്റം. കൊച്ചി മെട്രോ വലിയ മാറ്റത്തിലേക്ക്. ഊബർ ഡ്രൈവർമാരുടെ സമരം തീർക്കാൻ സർക്കാർ. മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചർച്ച. ഊബർ സമരം തിരക്കേറിയ സമയങ്ങളിൽ ഓട്ടം നിർത്തിവെച്ച് സമവായത്തിനെന്ന് വിളിച്ചു യൂബർ കമ്പനി അവഹേളിച്ചെന്നും ഡ്രൈവർമാർ. ജമ്മു കാശ്മീരിലെ കുൽഗ്രാമിൽ ഭീകരാക്രമണം. ഒരാൾ മരിച്ചു. ആക്രമണത്തിന് പിന്നിൽ പാക് സംഘടന ലഷ്കർ-ഇ-തൊയ്ബ ബന്ധമുള്ള ഭീകരനെന്ന് രഹസ്യാന്വേഷണ വിവരം. ആക്രമണം അന്യസംസ്ഥാന തൊഴിലാളികളെയും കശ്മീരി പണ്ഡിറ്റുകളെയും ഹിറ്റ് ലിസ്റ്റിലാക്കി പ്രചരിപ്പിച്ചതിന് പിന്നാലെ.